50% 27 ലക്ഷം MP ലാൻഡ്സ് ഫണ്ടിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് ഇതൊക്കെ എല്ലാം സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ്. MP ലാൻഡ്സ് 5 കോടിയിൽ നിന്ന് 27 ലക്ഷവും തരാനുള്ള ഏർപ്പാട് ആരംഭിക്കാൻ അതിനുള്ള അപ്രൂവൽ ഇപ്പോഴേ വാങ്ങി വയ്ക്കാൻ നോക്കാം. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയോടൊപ്പം പാരമ്പര്യ പഠനത്തിലും ഭാരത സർക്കാർ നൽകുന്നത് നിസ്തുലമായ സംഭാവനയെന്ന് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ജൂബിലി ആഘോഷവും ഭാരതീയ വിജ്ഞാന കേന്ദ്രത്തിലെ ബോധായനം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റ് മേരീസ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തൃശൂരിലെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഈ വിശ്വവിദ്യാലയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത് ഒരു മഹാനാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം സ്ത്രീ ശാക്തീകരണം, നാരീശക്തി, ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യ രേഖ കുറിച്ച് ചാവറ അച്ഛനെ നമ്മൾ ഈ ദിനത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ജനുവരി 3 അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കടന്നുപോയി എന്നതും 1866 ഈ സ്ഥാപനം നാരീശക്തി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഉദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് പിൽക്കാലത്തൊരു വലിയ ചരിത്രമായി മാറണം എന്ന് പറയുന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി സ്ഥാപിതമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഓർക്കുന്നത് അതേ ഓർമ്മ ദിനത്തിൽ 2024 ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരിൽ കേരളത്തിലെ നാരീശക്തിയുടെ ഏറ്റവും വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയതും അതേ ഓർമ്മ ദിനത്തിലാണ് എന്നുള്ളത് വളരെ മധുരതരമായി തന്നെ ഞാൻ അയവിറക്കുകയാണ്. ജ്യോതിശാസ്ത്രം, ആയുർവേദം, യോഗ, തത്വചിന്ത, കല, സാഹിത്യം, സാമൂഹ്യ സംഘടന, പരിസ്ഥിതി ബോധം ഇവയെല്ലാം ചേർന്ന സമഗ്രമായ ജീവിത ദർശനമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റേഴ്സ് മുഖേന ലക്ഷ്യമിടുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിൻ്റെ ആത്മാവിൽ പാരമ്പര്യ വിജ്ഞാനത്തെ ശാസ്ത്രീയമായി പഠിക്കാനും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി സംയോജിപ്പിക്കാനും ലോകോത്തര ഗവേഷണത്തിനും നവോത്ഥാനത്തിനും വഴിയൊരുക്കുകയാണ് ഭാരത സർക്കാർ. ഈ പശ്ചാത്തലത്തിൽ ബോധായനം എന്ന പേരിൽ ആരംഭിക്കുന്ന സെന്റ് മേരീസ് കോളേജിന്റെ IKS സെന്റർ അതീവ പ്രാധാന്യമർഹിക്കുന്നു. ബോധായനം, awakening to wisdom, enlightenment, ജീവിതത്തെ സമഗ്രമായി കാണുന്ന പഠനം, ഒരു പൂർണ്ണ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ്. സെന്റ് മേരീസ് കോളേജിന്റെ IKS സെന്റർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് മോദിജി മുന്നോട്ട് വയ്ക്കുന്ന ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് 80 വർഷം പിന്നിടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു IKS സെന്റർ ആരംഭിക്കുന്നത് ഏറെ അർത്ഥവത്താണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിന്റെ ദർശനത്തിൽ നിന്നും ഉദിച്ചു വന്ന ഈ കലാലയം ബോധായനത്തിലൂടെ അടുത്ത നൂറ്റാണ്ടിലേക്ക് ആത്മവിശ്വാസത്തോടെ കടക്കാനുള്ള ഊർജം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കലാലയം
tradition with modernity, a sense of values with knowledge, and a global perspective with nationalism എന്ന മോദിജിയുടെ ദർശനം യാഥാർത്ഥ്യമാക്കുന്നു. ഒരു മാതൃക വിദ്യാഭ്യാസ കേന്ദ്രമായി മാറട്ടെ, പടരട്ടെ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സെന്റ് മേരീസ് കോളേജിന്റെ ചാവറയച്ചന്റെ സ്വന്തം സെന്റ് മേരീസ് കോളേജില് IKS സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം അറിയിക്കുന്നു. എൺപതാം പിറന്നാൾ ആഘോഷ പരമ്പരയിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തം കൂടി ഇവിടെ തുറന്നു വെച്ചതായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി. കോളേജ് മാനേജ്മെന്റിനും ഇവിടുത്തെ അമ്മമാർക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കാലത്ത് എനിക്ക് തോന്നുന്നു അധ്യയന സമയത്തിനേക്കാൾ അല്പം മുമ്പ് എല്ലാവരും വന്ന് വിദ്യാർത്ഥിനികൾ എല്ലാവരും വന്ന് സമ്മേളിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. ജീവിതത്തെ സമഗ്രമായി കാണുന്ന പഠനമാണ് ബോധായനം. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് 80 വർഷം പിന്നിടുന്ന സെന്റ് മേരീസ് കോളേജ് രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാവറയച്ചന്റെ ഓർമ്മകളും വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകളും എടുത്തു പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി MPയുടെ പ്രസംഗം. ചടങ്ങിൽ സുരേഷ് ഗോപി MPയെ സെന്റ് മേരീസ് കോളേജ് മാനേജ്മെന്റ് ആദരിച്ചു. തൃശൂരിന്റെ നഗര പൈതൃകത്തെ ആസ്പദമാക്കി എഴുത്തുകാരി രാജലക്ഷ്മി മാനാഴി രചിച്ച തൃശൂർ സ്വരൂപം എന്ന പുസ്തകം സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. Thank you, sir. Thank you, sister. Sister Dr. Meenakshi Chowdhury. Thank you, sir. C. ബാലകൃഷ്ണൻ MLA, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ജോയി ബാസ്റ്റിൻ ചാക്കോല, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ മീന കെ ചെറുവത്തൂർ, കോർപ്പറേറ്റ് മാനേജർ റവറൽ സിസ്റ്റർ സാലി PP തുടങ്ങിയവർ സംസാരിച്ചു. വാല്യൂ അഡീഷൻ ടു എഡ്യൂക്കേഷണൽ മെത്തേഡ്സ്, പ്രത്യേകിച്ച് ആയുർവേദം, ഇവിടുത്തെ സസ്യശാസ്ത്ര വിഭാഗം, അങ്ങനെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് വഴി, അതുപോലെ തന്നെ മറ്റൊരു 2 മോഡ്യൂളാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൂടാണ് ഇതിന്റെ അത് പുറത്തുനിന്നുള്ള കമ്പോണന്റാണ് 27 ലക്ഷം, മൊത്തം 27 ലക്ഷം. അത് തുല്യമാണ്. അത് 50% 27 ലക്ഷം MP ലാൻഡ്സ് ഫണ്ടിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് ഇതൊക്കെ എല്ലാം സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ്, അങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് MPമാരുടെ ഫണ്ടെല്ലാം നടപ്പിലാക്കുന്നത്. കോർപ്പറേഷൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നതിന് ഒരു ഹൈമാസ്റ്റ് വയ്ക്കുന്നതിനുമെല്ലാം പ്ലാനിംഗ് ഓഫീസറും കളക്ടറും എല്ലാവരും ഔദാര്യം കാണിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അവരതിൻ്റെ സാങ്കേതിക വശം പരിശോധിച്ച് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ മാർച്ച് 31 ശേഷമുള്ള അടുത്ത വർഷത്തെ MP ലാൻഡ്സ് 5 കോടിയിൽ നിന്ന് 27 ലക്ഷവും തരാനുള്ള ഏർപ്പാട് ആരംഭിക്കാൻ അതിനുള്ള അപ്രൂവൽ ഇപ്പോഴേ വാങ്ങിവെക്കാൻ നോക്കാം. എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള സമയം ഈ ഉദ്യോഗസ്ഥരുടെ ഒരു അപ്രൂവൽ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നുകൂടി നമുക്ക് അറിയിക്കുകയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അത് ആ വഴിക്ക് തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കുന്നു എന്നുകൂടി വാക്ക് തന്ന് ഞാൻ അവസാനിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്
ഒപ്പം ബോധായനം എന്ന പരിപാടിയുടെയും ഇല്ല